ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ രാജനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മകം നക്ഷത്രക്കാർക്ക് 2026 എന്ന വർഷം വലിയ പ്രതീക്ഷകളുടേതാണ്. എന്നാൽ ആ വർഷത്തിന്റെ തുടക്കമാസത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതെ, ഫെബ്രുവരി മാസം മാറ്റങ്ങളുടെയും തിരിച്ചുപിടിക്കലുകളുടെയും മാസമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്വം എന്നത് അധികാരവും തന്റേടവും പാരമ്പര്യത്തോടുള്ള ബഹുമാനവുമാണ്. കേതുവിന്റെ ആത്മീയ സ്വാധീനവും സൂര്യന്റെ തേജസ്സും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാലചക്രത്തിന്റെ ഈ തിരിവിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്? കഴിഞ്ഞ കുറെ മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒരു അറുതിയുണ്ടാകുമോ? നിശ്ചയമായും 2026 ഫെബ്രുവരി എന്നത് വെറുമൊരു മാസമല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക അവസ്ഥയിലും ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഈ മാസം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇത്രയും കാലം വിതച്ച വിത്തുകൾ കൊയ്യാൻ പാകമായിരിക്കുന്നു. പാരമ്പര്യ സ്വത്തുക്കളെ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിന്നിരുന്നവർക്കും തൊഴിൽ രംഗത്ത് അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയവർക്കും ഈ ഫെബ്രുവരി മാസം നീതി നൽകും. മകം പിറന്ന മങ്ക എന്നും മകം ജയിച്ച പുരുഷനെന്നും പറയുന്നത് പോലെ ആ ജയത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ നടന്നടക്കുകയാണ്. എന്നാൽ ആ പാതയിൽ ചില വെല്ലുവിളികളും കരുതിയിരിക്കേണ്ട ചതിക്കുഴികളും ഉണ്ടെന്ന കാര്യം നാം മറക്കരുത്. ജീവിതത്തിന്റെ സങ്കീർണമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെയാണ് നാം കാലിടറാൻ സാധ്യതയുള്ളത്? എവിടെയാണ് നാം കുതിച്ചു ചാടേണ്ടത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും? സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നക്ഷത്രനാഥനായ കേതുവിന്റെ സ്വാധീനം നിങ്ങളെ ആത്മീയതയിലേക്കും ഉള്ളിലേക്കുള്ള യാത്രയിലേക്കും നയിക്കുമ്പോൾ തന്നെ രാശാധിപനായ സൂര്യൻ നിങ്ങളെ ലൗകികമായ വിജയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തും. ഈ രണ്ട് വിപരീത ഊർജങ്ങളെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതാണ് ഈ മാസത്തെ നിങ്ങളുടെ വിജയമന്ത്രം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വരാനിരിക്കുന്ന നിർണായക മാറ്റങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ മാസം നിങ്ങൾക്ക് കൈവരുന്ന അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നാം പരിശോധിക്കുന്നുണ്ട്. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ മേഖലയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ സമഗ്രമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ വരാനിരിക്കുന്ന നല്ല കാലത്തെ കരുത്തോടെ സ്വീകരിക്കാൻ ഈ പ്രവചനം നിങ്ങളെ സഹായിക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ഈ മാസം പൂർണ്ണമായും മനസ്സിലാക്കുക. മകം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ ഈ മാസം വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും. സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ മേഖലയിൽ ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കാം. മേലധികാരികളിൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം തിരിച്ചറിയപ്പെടും. മാസാവസാനത്തോടെ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയും. സഹപ്രവർത്തകരുടെ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും സാമ്പത്തിക ലാഭം നിലനിൽക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കോ ഈ മാസം അനുകൂലമാണ്. തടസ്സപ്പെട്ട് കിടന്ന വിസ നടപടികൾ വേഗത്തിലാകും. സിനിമ, സീരിയൽ അല്ലെങ്കിൽ മറ്റ് കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. പൊതുജന മധ്യത്തിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. സാമ്പത്തികമായി ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ആശ്വാസകരമാകും. കൃത്യമായ വരുമാനം ഉണ്ടാകും. പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കും. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി ചില ധനസഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുമാനം കൂടുന്നതിനൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾക്കോ വീട് നവീകരണത്തിനോ വേണ്ടി പണം ചെലവാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ ഈ മാസം ഗുണം ചെയ്യും. സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപിക്കാൻ അനുകൂലമായ സമയമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. എങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കാൻ ചെറിയ യാത്രകൾ നടത്തുന്നത് നന്നായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അവരുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഇണക്കത്തിലാകും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പ്രണയബന്ധം വിവാഹത്തിലേക്ക് മാറാനുള്ള ചർച്ചകൾ ആരംഭിക്കാം. പരസ്പര വിശ്വാസം വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തികമായോ തൊഴിൽപരമായോ ആയ സഹായങ്ങൾ ലഭിക്കും. എന്നാൽ പുതിയ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പഠനകാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ ഉദരസംബന്ധമായ അസുഖങ്ങളോ ഉഷ്ണരോഗങ്ങളോ ഉണ്ടായേക്കാം.
കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. നേത്രരോഗങ്ങളോ നടുവേദനയോ ഉള്ളവർ ജാഗ്രത പാലിക്കണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് ഗുണകരമായിരിക്കും. പ്രായമായവർക്ക് സന്ധിവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. മകം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണ്. 2026 ഫെബ്രുവരിയിൽ നിങ്ങളുടെ ആത്മീയ താല്പര്യം വർദ്ധിക്കും. ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും അവസരം ലഭിക്കും. കുലദൈവ പ്രാർത്ഥനകൾ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനായി ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഈ മാസം അനുഭവപ്പെടും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മാനസിക സംതൃപ്തി ലഭിക്കും. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. രാത്രികാല യാത്രകൾ പരമാവധി കുറയ്ക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാകരുത്. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. സാമ്പത്തിക ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദിവസവും രാവിലെ കുളിച്ച് സൂര്യഗായത്രി മന്ത്രമോ ആദിത്യ ഹൃദയമോ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. തടസ്സങ്ങൾ മാറാൻ മാസത്തിലൊരിക്കൽ ഗണപതി ഹോമമോ കർഗഹോമമോ നടത്തുക. നക്ഷത്രനാഥനായ കേതുവിനായി അശ്വത്ഥ പ്രദക്ഷിണം നടത്തുകയോ ഗണപതിക്ക് ചിരട്ടയപ്പമോ മോദകമോ വഴിപാടായി നൽകുകയോ ചെയ്യുക. ഞായറാഴ്ചകളിൽ സാധുക്കൾക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. തിങ്കളാഴ്ചകളിലോ പ്രദോഷ ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ ഇളനീർ അഭിഷേകമോ നടത്തുന്നത് മനഃശാന്തി നൽകും. മകം നക്ഷത്രത്തിന്റെ ദേവതകൾ പിതൃക്കളാണ്. അതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാർക്ക് പിതൃക്കളുടെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യത്തിലും പൂർണ്ണ വിജയം നേടാനാവില്ല. ഫെബ്രുവരി മാസത്തിൽ വരുന്ന കറുത്ത വാവ് ദിവസം പിതൃക്കൾക്ക് ബലിയിടുന്നത് ഉത്തമമാണ്. പിതൃദോഷം കാരണം മുടങ്ങിപ്പോകുന്ന പല കാര്യങ്ങളും ഇതുവഴി ശരിയാകും. മരിച്ചുപോയ നിങ്ങളുടെ പൂർവികരുടെ പേരിൽ സാധുക്കൾക്ക് അന്നദാനം നടത്തുകയോ വസ്ത്രം നൽകുകയോ ചെയ്യുന്നത് ഈ മാസം വലിയ ഭാഗ്യങ്ങൾ നൽകും. ശനിയാഴ്ചകളിൽ വൈകുന്നേരം ദീപം കത്തിച്ച് അരയാലിന് 7 പ്രദക്ഷിണം വെക്കുന്നത് കേതുദോഷം മാറാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റാതിരിക്കാൻ സഹായിക്കും. ദിവസവും സൂര്യോദയ സമയത്ത് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ മാറാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സഹായിക്കും. ശാരീരിക ആരോഗ്യം നിലനിർത്താനും ഉന്മേഷം വർദ്ധിപ്പിക്കാനും ദിവസവും 12 തവണ സൂര്യ നമസ്കാരം ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി അഷ്ടകം അല്ലെങ്കിൽ കനകധാര സ്തോത്രം ജപിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും ദിവസവും മാറ്റിവെച്ച് മാസാവസാനം ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിലോ ക്ഷേത്രത്തിലോ നൽകുക. ഇത് പണത്തിന്റെ വരവ് വർദ്ധിപ്പിക്കും. വിവാഹാലോചനകൾ നടത്തുന്നവർക്കും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ജന്മനക്ഷത്ര ദിവസം സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ്. വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾപ്പിക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾക്ക് പുറമെ ആത്മീയമായ ഉന്മേഷത്തിനായി തുളസി തീർത്ഥം സേവിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കും. മകം നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസം പ്രായോഗിക ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാവുന്ന കാലമാണ്. തൊഴിലിൽ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുമെങ്കിലും ആരോഗ്യത്തിലും സംസാരത്തിലും അതീവ ശ്രദ്ധ പുലർത്തണം. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് വലിയ കരുത്തായിരിക്കും. ആത്മീയമായ ചിന്തകളും ഈശ്വര വിശ്വാസവും നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കുന്ന മാസമാണിത്. അതിനാൽ ആലസ്യം വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ മുന്നേറുക.